നമ്മൾ ഇന്നലെ ഇതുവരെ പഠിച്ചായിരുന്നു. ഇതിലെ പല പല ആർക്കിടെക്ചർ, ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ നമ്മൾ നോക്കിയായിരുന്നു. ഇനി പുതിയൊരെണ്ണം നമുക്ക് എന്താണെന്ന് നോക്കാം. Vithala Swami Temple and Hasara Rama Temple are the important temples during the medieval period by the Vijayanagara kings of South India. അപ്പൊ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാന, ഇപ്പൊ നിങ്ങൾ ഹംപി എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും സ്ഥലങ്ങളുടെ പേര്. അപ്പൊ അതുപോലെ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെമ്പിൾ ആണ് ഈ വിഥല സ്വാമി ടെമ്പിളും അതുപോലെ തന്നെ ഹസാര രാമ ടെമ്പിളും. അതും ഇതേപോലെ സൗത്ത് ഇന്ത്യയിലെ വിജയനഗര കിങ്സ് നിർമ്മിച്ചിട്ടുള്ള, അതും ഏത് സമയത്ത് ഈ ഒരു മിഡീവിയൽ പീരീഡില്, മിഡീവിയൽ ഏജില് നിർമ്മിച്ചിട്ടുള്ള അതേ ഒരു ടെമ്പിൾസ് ആണ് ഇത് രണ്ടും. അപ്പൊ ഇതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. They are multi-storied and built of chiseled rocks. അപ്പോൾ നിങ്ങൾ ആ ഫോട്ടോ നോക്കിയാൽ ഏകദേശം പിടികിട്ടും. അപ്പോൾ ഇവർ ചെയ്തിട്ടുള്ള മൾട്ടി സ്റ്റോറേഡ്, പല പല നിലകളുള്ളതും, അതുപോലെ തന്നെ അവർ യൂസ് ചെയ്തിട്ടുള്ള കല്ലെന്ന് പറഞ്ഞാൽ ചിസൽഡ്, അതായത് ചെത്തിമിനുക്കി ഈ പാറക്കല്ലുകളും എല്ലാം തന്നെ ചെത്തിമിനുക്കി നല്ല സൂപ്പറായിട്ട് അവർ ചെയ്തിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. മണ്ഡപാസ് വേർ ബിൽഡ് അഡ്ജസന്റ് ടു ദ ടെമ്പിൾസ്. അപ്പൊ ക്ഷേത്രത്തോട് ചേർന്ന് തന്നെ ഇവര് ഈ മണ്ഡപങ്ങൾ, അതായത് ഈ പല പല ഈ റൂംസ് പോലെ പല പല മണ്ഡപങ്ങള് അവര് അതിനോടൊപ്പം ചേർത്ത് തന്നെ ധാരാളമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പില്ലേഴ്സ് വിത്ത് കാർവിങ്സ് വെയർ കൺസ്ട്രക്റ്റഡ്. ഈ കൊത്തുപണികളും അലങ്കാര പണികളും എല്ലാം കൂടെ ഉള്ള ഈ പില്ലേഴ്സ്, ഈ തൂണുകൾ നോക്കിക്കഴിഞ്ഞാല് ഈ ജസ്റ്റ് നിങ്ങൾക്ക് ഇത് എത്രമാത്രം വ്യക്തമാവുമെന്ന് അറിയത്തില്ല. ഇപ്പോ ഈ തൂണുകൾ നോക്കിക്കഴിഞ്ഞാൽ പല പല ഡിസൈൻസാ. അപ്പൊ ഇതിലിവിടെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ തൂണുകൾ തന്നെയാണ് ഈ വിതല ടെമ്പിളിന്. അപ്പോ ഈ ഒരു തൂണുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇവര് കണ്ടോ, അതായത് ആ ഒരു കൊത്തുപണിയും അല്ലെങ്കിൽ ആ കാണാൻ ഭംഗി ഉള്ള രീതിയിൽ ഇതിൽ മ്യൂസിക്കലുമായിട്ട് റിലേറ്റ് ചെയ്തും കുറെ നല്ല കുറച്ച് കാര്യങ്ങള്, അതായത് ഈ തൂണുകളും എല്ലാം അതൊക്കെ നല്ല അത്രയ്ക്ക് സൂപ്പറായിട്ട് അവരവിടെ ചെയ്തിട്ടുണ്ട്. ടെമ്പിൾസ് വെയർ എക്സ്പാൻഡ്. അവർ ആ ടെമ്പിളിനെ നന്നായിട്ട് വിപുലീകരിച്ചാണ് അവർ ആ ഒരു പ്രത്യേകിച്ച് ഈ വിതല ടെമ്പിൾ അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിവിടെ പറയാൻ കാരണവും എന്തിനാ, ഇത് ഈ ഒരു ടൈമില്, അതായത് ഈ ഒരു നമ്മുടെ ഈ ഒരു മിഡീവിയൽ പീരീഡില് സൗത്ത് ഇന്ത്യയിലും ഇത്തരത്തിലുള്ള ആർട്ടും കൾച്ചറും ഏറ്റവും ഫേമസ് ആയിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു ടെമ്പിളിനെ കുറിച്ച് ഇവിടെ പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത്. ഇനി ഡ്യൂറിംഗ് ദ 16th century, 16ാം നൂറ്റാണ്ടിൽ the Portuguese introduced a new style of architecture in it is called or it is known as the Gothic style. അപ്പോൾ അടുത്തിനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് പുതിയൊരു സ്റ്റൈൽ. നമ്മൾ ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ നോക്കി, അതുപോലെ തന്നെ അടുത്തൊരു സ്റ്റൈലാണ് ഈ ഗോത്തിക് സ്റ്റൈൽ. ഈ ഗോത്തിക് സ്റ്റൈൽ എന്ന് പറയുന്നത് ആര് കൊണ്ടുവന്നു? പോർച്ചുഗീസുകാരാണ് ഈ ഒരു സ്റ്റൈലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അവര് 16ാം നൂറ്റാണ്ടിൽ ഇല്ല ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ഈ വിതല ടെമ്പിൾ വെച്ചിരിക്കാൻ ശ്രദ്ധിക്കണേ. ഓക്കെ. അപ്പോ ഈ 16ാം നൂറ്റാണ്ടില് പോർച്ചുഗീസുകാര് ഇത്തരത്തിലുള്ള ഒരു സ്റ്റൈൽ, അല്ലെങ്കിൽ പോർച്ചുഗീസ് സ്റ്റൈലില് ഇന്ത്യയില് ആർക്കിടെക്ചർ കൊണ്ടുവന്നത് പോലെ ഇപ്പോ ഇൻഡോ ഗോത്തിക് ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലിന് എവിടെന്നാ അവർ വന്നിരുന്നത്? എവിടെന്നായിരുന്നു അവരുടെ ആ ഒരു ആ ഒരു ആർക്കിടെക്ചർ കൊണ്ടുവന്നത്? എവിടെന്നാ?
ടർക്കി, പേർഷ്യ അവിടെ നിന്നൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് പോർച്ചുഗീസും ഇന്ത്യൻ ഒരു കൊളാബറേഷനും കൂടെ ചേർന്നതാണ് നമ്മുടെ ഇൻഡോ അല്ലെങ്കിൽ ഗോത്തിക് സ്റ്റൈൽ എന്ന് പറയുന്നത്. പോയിന്റഡ് ടവേഴ്സ് ആൻഡ് ആർച്ചേഴ്സ് ആർ ദ മേജർ ഫീച്ചേഴ്സ് ഓഫ് ദിസ് സ്റ്റൈൽ. അപ്പോ ഇത് നോക്കൂ, ഇവിടത്തെ ഈ ഒരു സെന്റ് ഫ്രാൻസിസ് ചർച്ച് ഇൻ കൊച്ചി, ഇത് നോക്കൂ. ഇതിന്റെ ആ ഏറ്റവും മോൾഭാഗം നോക്കിക്കേ, ഒരു ആർച്ച് ഉണ്ട്, അതിന് മുകളിലായിട്ട് ഒരു പോയിന്റഡ് ടവറും ഉണ്ട്. അതായത് കൂർപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു ടവർ. ഇതാണ് ഈ ഗോത്തിക് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഒരു ആർച്ചും ഉണ്ടാവും. കാര്യം ഇതാ ഇവിടെ നോക്കി, ഇവിടെ ഒരു ആർച്ചും ഉണ്ട്, അതിന്റെ മുകളിൽ പോയിന്റഡ് ആയിട്ടുള്ള ഒരു 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 ടവറും അവരവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെയാണ് ഈ ഗോത്തിക് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ നോക്കിയായിരുന്നു, അതിലെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡോം രീതിയിലായിരുന്നു. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് കറക്റ്റ് ആ ഒരു പോയിന്റഡ് ആയിട്ടുള്ള ടവർ. സെന്റ് ഫ്രാൻസിസ് ചർച്ച് ഇൻ കൊച്ചി ആൻഡ് ബോം ജീസസ് ചർച്ച് ഇൻ ഗോവ ആർ ദ എക്സാമ്പിൾ ഓഫ് ദിസ് സ്റ്റൈൽ. അപ്പൊ ഈ രീതിയിൽ ചെയ്തിട്ടുള്ള ഈ രീതിയിൽ ചെയ്തിട്ടുള്ള എന്തൊക്കെയാണ് ഈ ചർച്ചസ്, പ്രത്യേകിച്ചും ഈ സ്റ്റൈല് പോർച്ചുഗീസ് സ്റ്റൈലിൽ ചെയ്തിട്ടുള്ള അതിന് ചർച്ചുകളാണ്. അപ്പോൾ കൊച്ചിയിലുള്ള സെന്റ് ഫ്രാൻസിസ് ചർച്ചും ബോം ജീസസ് ചർച്ചും എല്ലാമാണ് ഇതിനുള്ള ഈ ഗോത്തിക് സ്റ്റൈലിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. The buildings constructed in the style of architecture discussed above are the symbols of the rich and diverse cultural tradition of India. അപ്പോൾ ഈ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഈ ഇന്ത്യയുടെ ആ ഒരു സാംസ്കാരികതയും സമ്പന്നതയും എല്ലാം തന്നെ അതിൻ്റെ അത്തരത്തിലുള്ള ആ ഒരു പ്രതീകമായിട്ടാണ്. ഒരു ട്രഡീഷണൽ കൾച്ചർ അല്ലെങ്കിൽ ഒരു ഡൈവേഴ്സ് കൾച്ചറൽ ട്രഡിഷൻ, അതായത് ഇത്രയും വൈവിധ്യമാർന്ന ഒരു കൾച്ചറാണ് നമുക്ക് ഇവിടെ ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും നേരമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടുള്ളത്. കാര്യം നമ്മൾ ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈല് നമ്മൾ കണ്ടു, ഗോത്തിക് സ്റ്റൈല് കണ്ടു, അതുപോലെ തന്നെ ടെമ്പിൾസ് കണ്ടു, പലതരത്തിലുള്ള ടെമ്പിൾസ് കണ്ടു, കേവ് ടൈപ്പ്, അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ ചിസിൽഡ് റോക്ക്, സിംഗിൾ റോക്കിലുള്ള കേവ്സ്, ടെമ്പിൾസ്. അപ്പോൾ അത്തരത്തിലുള്ള ട്രഡീഷണലി ഉള്ള പലതരത്തിലുള്ള ബിൽഡിങ്സ് അല്ലെങ്കിൽ ആർക്കിടെക്ചർ, അതാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും ഭാഗത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതിലെ അവിടെ നിനക്ക് വേണ്ട വിഷയമാണല്ലേ? ഓക്കെ, അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? No, sir. ഓക്കെ, അപ്പോ ഇനി അടുത്ത് നമ്മള് വേറൊരു തരത്തിലേക്ക് പോവുകയാണ്. ആ ബിൽഡിങ്സ് ഒക്കെ കഴിഞ്ഞു, ഇനി മ്യൂസിക് ആൻഡ് പെയിന്റിങ്. അപ്പോ ഇനി അടുത്ത് ഇതിന്റെ സംഗീതവും അതുപോലെ തന്നെ ചിത്രകലയും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Apart from architecture, music also flourished during the medieval period. അപ്പോൾ ഈ ഒരു ടൈമില് ആർക്കിടെക്ചർ മാത്രമല്ല, മ്യൂസിക്കിനും അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻറ്റ് ഉണ്ടായിരുന്നു. കർണാട്ടിക് മ്യൂസിക് ഫ്ലറിഷ്ഡ് ഇൻ സൗത്ത് ഇന്ത്യ. അപ്പോൾ ഈ ഇന്ത്യയിൽ ഇപ്പോൾ നമുക്കറിയാം കർണാടക സംഗീതം, അതുപോലെ തന്നെ പലതരത്തിലുള്ള സംഗീതം നമുക്ക് അറിയാം, പല ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെയും നമുക്കറിയാം. അപ്പോൾ കർണാട്ടിക് സംഗീതം നമ്മുടെ ഇവിടെ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒരു വികസനം പ്രാപിച്ചു. പുരന്ദരദാസ വാസ് എ ഫേമസ് കർണാട്ടിക് മ്യൂസീഷ്യൻ ഓഫ് ദ ഏജ്. അപ്പൊ പുരന്ദരദാസ എന്ന് പറയുന്ന ആളാണ് ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഈ ഒരു കർണാട്ടിക് മ്യൂസിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ ഒരു ടൈമില് പുള്ളിക്കാരനാണ് പുരന്ദരദാസ എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള മ്യൂസീഷ്യനാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ചേഞ്ചിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരാൾ. During the Sultanate Mughal period, the influence of Persian music gave birth to a new style of music.
അപ്പോ ഇതേ സമയത്ത് നമ്മൾ കണ്ടു പല തരത്തിലുള്ള ഇപ്പോ ഇന്ത്യൻ ലോക്കൽ ഒരു ആർക്കിടെക്ചർ മാത്രമായിരുന്നില്ല, ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ, അതുപോലുള്ള പല കാര്യങ്ങളും ഇപ്പൊ സുൽത്താനേറ്റ് പീരീഡ് അല്ലെങ്കിൽ മുഗൾ പീരീഡിലെ അത്തരത്തിലുള്ള ഒരു ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ വന്നു. പക്ഷെ അതിനോടൊപ്പം തന്നെ ആ ഒരു പെർഷ്യൻ ആ ഒരു ടച്ച് കൊണ്ടുവന്നത് ഒരു പുതിയ സ്റ്റൈൽ മ്യൂസിക്കിലത്തേക്കാണ്. അപ്പോ ഈ ഈ നമ്മുടെ ഇന്ത്യനും അതുപോലെ തന്നെ സുൽത്താൻ മുഗൾ പീരീഡിൽ അവരുടെ ആ ഒരു പെർഷ്യൻ മ്യൂസിക്കും കൂടെ ചേർന്നപ്പോൾ ഒരു പുതിയ തരത്തിലുള്ള മ്യൂസിക് വന്നു. അതിനെയാണ് ഹിന്ദുസ്ഥാനി മ്യൂസിക് എന്ന് പറയുന്നത്. ആ ഒരു സുൽത്താനേറ്റ് പീരീഡിൽ വന്നിട്ടുള്ള ആ ഒരു മ്യൂസിക്കിന്റെ പേരാണ് ഹിന്ദുസ്ഥാനി മ്യൂസിക്. അമീർ ഖുസ്രു, ടാൻസൻ എക്സെട്ര were the famous musicians of the period. അപ്പോ അമീർ ഖുസ്രുവും ടാൻസനും എന്ന് പറയുന്ന അവരൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള മ്യൂസീഷ്യൻസ് ആണ് ഇൻ ഹിന്ദുസ്ഥാനി മ്യൂസിക്. അപ്പോൾ അവരൊക്കെയാണ് ഈ ഒരു പീരീഡിലെ ഏറ്റവും കൂടുതൽ ഫേമസ് ആയ എന്താ ഹിന്ദുസ്ഥാനി മ്യൂസീഷ്യൻസ്. ഓക്കെ, അതില് കവാലി ഞാൻ ഇന്നലെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത കാര്യമാണ് കവാലി എ ഫോം ഓഫ് മ്യൂസിക് ഡെവലപ്ഡ് ബാക്ക് ദെൻ. അപ്പോൾ കവാലി എന്ന് പറയുന്ന ആ ഒരു തരത്തിലുള്ള ഒരു സംഗീതവും അവിടെ ഫോം ചെയ്തു. അപ്പോൾ ഖവാലി എന്താണെന്ന് ഇവിടെ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്, എന്താണെന്ന് നോക്കാം. ഖവാലി ഈസ് എ ഫോം ഓഫ് മ്യൂസിക് ഇവോൾവ്ഡ് ഇൻ കാൻഖ വേർ സൂഫി സെയിൻസ് റിസൈഡഡ്. അപ്പോ കാൻഖകളില് ഈ ഫോം ചെയ്ത ഈ സൂഫി സെയിൻസ്, അത് സൂഫികളുടെ അവരുടെ ഇടയിൽ ഫോം ചെയ്ത ഒരു തരത്തിലുള്ള മ്യൂസിക് ആണ് ഈ കവാലി എന്ന് പറയുന്നത്. The spiritual songs composed in Urdu are sung in tune to the fast rhythm of different musical instruments. അപ്പോൾ പല ഇതുള്ള നമ്മുടെ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്തും കൊണ്ട് പലതരത്തിലുള്ള ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല ഫാസ്റ്റ് ഋതത്തില് പാടുന്ന ഉറുദു ഡിവോഷണൽ സോങ്സ് അല്ലെങ്കിൽ സ്പിരിച്വൽ സോങ്സിനെയാണ് നമുക്ക് കവാലി എന്ന് പറയാൻ പറ്റുന്നത്. അമീർ ഖുസ്രു പ്ലേഡ് എ മേജർ റോൾ ഇൻ ഇറ്റ്സ് ഡെവലപ്മെന്റ്. ഈ ഒരു കവാലി വന്ന സമയത്ത് അതിന്റെ ആ ഒരു ഡെവലപ്മെന്റിന് ഈ നമ്മുടെ അമീർ ഖുസ്രുവും അതിൽ ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റ്സ് ഇവോൾവ്ഡ് ഡ്യൂറിംഗ് Many new instruments evolved during this period. Tabla, sitar are the example of such instruments. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ കവാലിക്ക് വേണ്ടിയിട്ട് അവരിങ്ങനെ പലതരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സും കണ്ടുപിടിച്ചു. ആ സമയത്താണ് ഈ ഒരു തബലയും സിത്താറും എല്ലാം ഇവോൾവ് ചെയ്തു വന്നത്. അല്ലെങ്കിൽ ഈ ഇത്തരം ഇൻസ്ട്രുമെന്റ്സിനെ കണ്ടുപിടിക്കുന്നതും അല്ലെങ്കിൽ പ്രചാരത്തിൽ കൊണ്ടുവന്നതും അതിന് വേണ്ടിയിട്ടാണ്. ആൽഫിൻ എന്ത് പറ്റി? ഞാൻ ഇല്ല, നീ റേസ് ഹാൻഡ് ഓപ്ഷൻ കൊടുത്തു, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. ആൽഫിൻ എല്ലാവർക്കും അങ്ങനെ ഉണ്ടോ? വരുന്നുണ്ട്, അതുകൊണ്ടുള്ള ഒരു ഇതാ കേട്ടോ. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് ആ റേസ് ഹാൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യും. അപ്പൊ ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്യും, ഒന്ന് പോസ് ചെയ്യാം. അപ്പൊ ചിലപ്പോൾ ഇടയ്ക്ക് ആ ഒരു പ്രശ്നമല്ലേ വരുന്നത്. അപ്പൊ ഒന്ന് പോസ് ചെയ്തിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ വലിയ പ്രശ്നം വരത്തില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, അപ്പോ ഈ ഒരു ടൈമില് കവാലി എന്ന് പറയുന്ന ഈ ഒരു മ്യൂസിക്കൽ ഇതെന്ന് പറയുന്നത് ഈ അമീർ ഖുസ്രു എല്ലാമാണ് അതിനെ ഏറ്റവും കൂടുതൽ ഒന്ന് ഫേമസ് ആക്കി കൊണ്ടുവന്നതും എല്ലാം. ഇന്നും, അതായത് ഇന്നത്തെ കാലത്തും ഈ കവാലി എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആണ്. പ്രത്യേകിച്ചും ഹൈദരാബാദ് പോയി കഴിഞ്ഞാല് അവിടെ ഈ കവാലി നടക്കുന്ന ഒരു 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 മുസ്ലിം പള്ളിയുണ്ട്.
അതായത് ഞാനവിടെ പോയി, എനിക്ക് ആ പള്ളിയുടെ പേര് ഓർമ്മയില്ല, പക്ഷെ ഞാനവിടെ പോയിട്ടുണ്ട്. ഒരു രാത്രി 11 മണിക്ക് കഴിഞ്ഞിട്ട് പോയാലേ അത് വ്യക്തമായിട്ട് കാണാനും എല്ലാം പറ്റത്തുള്ളൂ. അവര് രാത്രി മുഴുവനും ഇരുന്ന് ഇങ്ങനെ പാടുന്നതാണ് അവരുടെ രീതി. ഞാനിങ്ങനെ അപ്പൊ പോയിട്ടുള്ളപ്പോ അത് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ അന്നാണ് ഞാൻ ഈ കവാലി എന്ന് പറയുന്ന സാധനം ആദ്യമായിട്ട് ഇങ്ങനെ കേൾക്കുന്നത്, പഠിക്കുന്നതിന് മുമ്പ്. ഓക്കെ, അപ്പോ ആൽഫിന് വീണ്ടും ഇഷ്യൂ ആയി തുടങ്ങി. ഇപ്പൊ ഓക്കെ ആയടാ? എല്ലാരും സ്റ്റക്ക് ആയിരിക്കുന്നു, പിന്നെ പറയാനൊന്നും കേട്ടും കൂടാ. എടാ, നിന്റെ ഒരു ഇമേജ് എന്ന് പറയുന്നത് ഒരു ബ്ലർ ഇമേജ് ആയി വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ ആ സമയത്താണ് നിനക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ പോകുന്നത്. നീ ഒന്ന് ലീവ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ ഇന്നലത്തെ പോലെ തിരിച്ച് കയറാൻ പറ്റിയില്ലെങ്കിലോ? ലീവ് ചെയ്തിട്ട് കയറാൻ പറഞ്ഞു കഴിഞ്ഞാല് എന്തായാലും നോക്കി വെക്കാം. ഓക്കെ, അപ്പോ ഈ ഖവാലി എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഈ ഒരു സുൽത്താനി മുഗൾ പീരീഡില് അവര് ഒരു പെർഷ്യൻ ടച്ചിൽ ഇൻഫ്ലുവൻസ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അതിൽ തന്നെയാണ് ഈ കവാലിയും പെടുന്നത്. അതുപോലെ തന്നെ സിത്താർ, തബല ഇതെല്ലാം ഇതിന് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സും ആണ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും? സിത്താർ എന്ന് പറയുന്നത് വീണ എന്നല്ലേ ഇല്ല ഇല്ല, വീണ എന്ന് പറയുന്നത് വേറെ തന്നെയാ, സിത്താർ എന്ന് പറയുന്നത് വേറെ തന്നെയാ. രണ്ടും രണ്ട് ഇൻസ്ട്രുമെന്റ് തന്നെയാണ്. സൗണ്ട് ഏകദേശം ഒരുപോലെ ഇരിക്കും കേട്ടോ. സിത്താറിന്റെയും വീണയുടെ സൗണ്ട് ഓൾമോസ്റ്റ് സെയിം, എന്നാലും വ്യത്യാസമുണ്ട്. രണ്ടും രണ്ട് തന്നെ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പോ അടുത്ത സെവറൽ റിമാർക്കബിൾ ചേഞ്ചസ് വേർ അപ്പാരന്റ് ഇൻ ദ ഫീൽഡ് ഓഫ് പെയിന്റിംഗ് ടു. ഇതേപോലെ തന്നെ പെയിന്റിങ്ങിലും പല പല വ്യത്യാസങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു പെയിന്റിങ്സ് ഒക്കെ നോക്കിയേ. മുഗൾ പെയിന്റിംഗ് ഇൻസ്റ്റൻസ് ഫ്രം ദ ബൈബിൾ, ഇൻസ്റ്റൻസ് ഫ്രം ദ രാമായണ, depiction of royal life, scenes of from nature. അപ്പോ ബൈബിളിൽ നിന്നും അതുപോലെ തന്നെ ഈ രാമായണ, മഹാഭാരത ഇതിലൊന്നെല്ലാം തന്നെ ഈ ഒരു അതിന് വീണ്ടും പ്രശ്നമാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോ ഇതിലെല്ലാം തന്നെ അവരിങ്ങനെ ഓരോ പെയിന്റിങ്സും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. What were the themes adopted for painting during this period? The major themes were from the Ramayana, the Bible, the royal life and the nature. അപ്പോൾ ഇതൊക്കെയായിരുന്നു ആ സമയത്ത് ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് നമ്മുടെ ഹോളി ബുക്സ് അല്ലെങ്കിൽ ഒരു റിലീജിയസ് ബുക്സ് ആയ ഇപ്പൊ ബൈബിൾ, അതിൽ നിന്നൊക്കെ ഓരോ സീൻ വരച്ചു വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും, അല്ലെങ്കിൽ ആ ഒരു ബൈബിൾ അറിയാന്നുള്ള ഒരാൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ രാമായണത്തിലുള്ള ആ ഒരു സീൻ, ഇതെന്ത് സീനാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ രാമായണത്തില് കണ്ടൂടാ സാർ, ഇപ്പൊ പറയണൊന്നും കേട്ടൂടാ. ഓക്കെ, ഞാൻ ചോദിച്ചത് ഈ ഫോട്ടോ കണ്ടിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് ഏത് രാവണനെ കൊല്ലുന്നതാണോ? രാവണനെ കൊല്ലുന്ന കാര്യം? ഇതൊരു 10 തലയുള്ള രാവണനുണ്ട്, രാമനുണ്ട്. യുദ്ധം നടക്കുന്ന. അപ്പോ ആ ഒരു യുദ്ധം അതായിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. കണ്ടോ? അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത്, അപ്പൊ നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയാവുന്നുണ്ടോ? അല്ലെങ്കിൽ രാമായണം വായിച്ചിട്ടുള്ള ആളായിരിക്കും, അല്ലെങ്കിൽ അതുപോലുള്ള കഥകൾ കേട്ടിട്ടുള്ളത് കൊണ്ട് അത് മനസ്സിലാവും. ഇപ്പൊ ബൈബിളിൽ നിന്നുള്ള ഇതെന്താ ഉദ്ദേശിക്കുന്നത്? അറിയില്ല. കുഴപ്പമില്ല, ഇത് ക്രിസ്ത്യൻസിന് അപ്പോ അത് മനസ്സിലാവും. അപ്പൊ ഹിന്ദുസിന് അവരുടെ
എടാ ഒന്ന് ലീവായിട്ട് ഒന്നുകൂടെ കയറി നോക്കി. ബാക്കിയുള്ള ആപ്ലിക്കേഷൻ എല്ലാം ക്ലോസ് ചെയ്തിട്ട് ലീവായി ഒന്നുകൂടെ കയറി നോക്കി. ഓക്കെ, അപ്പോ ഈ ഒരു ഇതെന്ന് പറയുന്നത് കണ്ടോ, ഇത് യേശു ക്രിസ്തു ജനിച്ചു. അപ്പോ ഇതിനെക്കുറിച്ച് അറിയാന്നുള്ളവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ നമ്മുടെ ഈ ഒരു റിലീജിയസ് ബുക്സും എല്ലാം വന്നിട്ടുള്ള സ്ഥിതിക്ക് ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുക, ഓക്കെ ഇത് ഇന്ന ഇൻസിഡന്റ് ആണ് എന്നുള്ള കാര്യമൊക്കെ. പിന്നെ അവരുടെ ആ ഒരു റോയൽ ലൈഫ്, പിന്നെ അതുപോലെ നേച്ചർ, പ്രകൃതി ഭംഗി, ഇതെല്ലാമായിരുന്നു അവര് ഈ ഒരു സമയത്ത് പെയിന്റിങ്ങിലൂടെ അവര് ഫേമസ് ആക്കി കൊണ്ടുവന്നത്, അല്ലെങ്കിൽ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ പലതരത്തിലുള്ള പെയിന്റിങ്ങും അതുപോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവര് കൊണ്ടുവന്നിരുന്നു. അപ്പോ ഇതിലെന്തെങ്കിലും മ്യൂസിക് ആൻഡ് പെയിന്റിങ് അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോ സാർ. സാർ ഇവരൊക്കെ ഗൗരി പറഞ്ഞേ. സാർ ഇതൊക്കെ ഈ പെയിന്റിംഗ് ഒക്കെ ക്ഷേത്രത്തിലാണോ വരച്ചിരിക്കുന്നത്? ഈ പെയിന്റിംഗ് ഒക്കെ ക്ഷേത്രങ്ങൾ ടെമ്പിളിലാണോ വരച്ചത്? ഇല്ല, അതായത് ഇത് അവര് പറയുന്ന ഈ പെയിന്റിംഗ് ഒക്കെ എന്ന് പറയുന്നത് ഇതേപോലെ ഈ ക്ഷേത്രങ്ങൾ ഫോം ചെയ്തതിന്റെ കൂട്ടത്ത് അതുപോലെ തന്നെ ഫോം ചെയ്ത ആർട്ട് ഫോംസ്. അതായത് മ്യൂസിക് ഫോം ചെയ്തില്ലേ, അത് നമുക്ക് ക്ഷേത്രത്തിൽ നിന്ന് മാത്രം പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോ അതുപോലെ തന്നെ ഫോം ചെയ്തിട്ടുള്ളതാണ് ഈ പെയിന്റിങ്സും അതുപോലെ തന്നെ മ്യൂസിക്സും. ഇത് മൂന്നായിട്ടോ. അതായത് പെയിന്റിങ്സ് വേറെ, മ്യൂസിക് വേറെ, അതുപോലെ തന്നെ നമ്മുടെ ആർക്കിടെക്ചറും വേറെ. പക്ഷെ അതേ സമയത്താണ് ഇത്തരത്തിലുള്ള പെയിന്റിങ്സും കാര്യങ്ങളും എല്ലാം ഫോം ചെയ്ത് വന്നത്, അല്ലെങ്കിൽ അവര് ഫോം ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാ പറയുന്നത്. അത് ഈ ഒരു പീരീഡിനെ പറയുന്നത് കേട്ടോ. ഇനി അടുത്ത് കുറച്ചുകൂടെ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. ലിറ്ററേച്ചർ. ആൽഫിൻ വീണ്ടും പണി കിട്ടിയോ? എടാ, ബാക്കി ബാക്ക്ഗ്രൗണ്ടിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ റൺ ആവുന്നുണ്ടോ? ഓക്കെ, നീ ലാപ്ടോപ്പിൽ ഐ മീൻ സിസ്റ്റത്തിലാണോ കാണുന്നേ? മൊബൈൽ ഏതെങ്കിലും ഉണ്ടോ? മൊബൈലിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട്. അപ്പൊ അവിടെ അതും ആൽഫിനും അങ്ങനെ നല്ലൊരു ഇഷ്യൂ വരുന്നുണ്ട്. ഓക്കെ, നോക്കാം. അപ്പോ അടുത്ത് നമുക്ക് നോക്കേണ്ടതാണ് ലിറ്ററേച്ചർ. അപ്പൊ നമ്മളിപ്പോ ആർക്കിടെക്ചർ നോക്കി, പെയിന്റിങ് നോക്കി, അതുപോലെ തന്നെ മ്യൂസിക് നോക്കി. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ സാഹിത്യം. അവിടെ എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നു എന്നുള്ള കാര്യം നോക്കാം. In addition to the progress in the field of architecture, music and painting, literature also gained much advancement in the medieval period, അല്ലെങ്കിൽ medieval India. ഓക്കെ, അപ്പോ ഈ മ്യൂസിക്കും അല്ലെങ്കിൽ പെയിന്റിങ്ങും ആർക്കിടെക്ചറും ഒക്കെ നടന്ന അതേ സമയത്ത് തന്നെ ഈ ഒരു മിഡീവിയൽ പീരീഡില് അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നടന്നിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ ലിറ്ററേച്ചറിൽ വന്നിട്ടുള്ള ആ ഒരു അഡ്വാൻസ്മെന്റ് മീൻസ് അവരുടെ ആ ഒരു പുരോഗതി. അവർ ഈ ഒരു ലിറ്ററേച്ചറും അതുപോലെ തന്നെ ഈ സാഹിത്യവും അത്രയ്ക്ക് ഡെവലപ്പായി വന്നു. The Bhakti and Sufi movements, which originated during the medieval period, played a major role in the progress of literature. ഭക്തി മൂവ്മെന്റും സൂഫി മൂവ്മെന്റും ഈ ഒരു കാര്യത്തില് ഈ ഒരു ലിറ്ററേച്ചറിന്റെ കാര്യത്തില് ഭയങ്കരമായിട്ട് ഒരു മുന്നേറ്റം ഉണ്ടാക്കി. നമുക്ക് ആ ഭക്തി മൂവ്മെന്റും സൂഫി മൂവ്മെന്റും എന്താണെന്ന് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട്. The Bhakti movement formed in South India was based on the deep love and devotion towards God. അപ്പോ ഭക്തി, അപ്പോ നമ്മുടെ ഭക്തി എന്ന് പറയത്തില്ലേ, അതായത് ഭക്തി എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു ആരാധന എല്ലാം, അതായത് ദൈവത്തോടുള്ള അഗാധമായ സ്നേഹവും അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുന്നേ,
നമ്മുടെ ഭക്തിയും എല്ലാം കൂടെ ചേർന്ന്, ദൈവത്തോടുള്ള അത്തരത്തിലുള്ള ഭക്തിയും സ്നേഹവും എല്ലാം കൂടെ ചേർന്ന്, അതിനെയാണ് ഈ ഒരു ഭക്തി മൂവ്മെന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ സൗത്ത് ഇന്ത്യയില് ഈ ഒരു ദൈവത്തോടുള്ള ആ ഒരു അഗാധമായ സ്നേഹവും ഡിവോഷനും ചേർന്ന് ആ ഒരു ഒന്നാണ് നമ്മുടെ ഈ ഭക്തി മൂവ്മെന്റിന്റെ തുടക്കം എന്ന് പറയുന്നത്. The Alvars and the Nayanars were the two streams of the Bhakti movement. അപ്പോ ഈ അൽവേഴ്സ് എന്ന് പറയുന്ന നയനാർസ് എന്ന് പറയുന്നതും ആയ രണ്ട് തരത്തിലുള്ള ആൾക്കാർ, അവരാണ് രണ്ട് സ്ട്രീംസ് ഓഫ് ദ ഭക്തി മൂവ്മെന്റ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. The Alvars are the Vaishnavites and the Nayanars are Shaivites. അപ്പോ ഇവര് ഈ നയനമാർ എന്ന് പറയുന്നത് വൈഷ്ണവൈറ്റ്സ്, അതായത് വിഷ്ണുവിനെ ആരാധിക്കുന്ന അല്ലെങ്കിൽ വിഷ്ണു ഭക്തരായവരാണ് ഈ അൽവേഴ്സ് എന്ന് പറയുന്നത്. അതേസമയം നയനാർസോ അവരെന്ന് പറയുന്നത് ഷൈവൈറ്റ്സും ആണ്, അതായത് ശിവഭക്തന്മാർ. ഒരു തീമ എന്ന് പറയുന്നത് ആരാധിക്കുന്ന കേട്ടൂടാ. ഓക്കെ. എടാ അതിലെ ഓക്കെ. അപ്പൊ അൽവർ എന്ന് പറയുന്നത് വിഷ്ണുവിനെ ആരാധിക്കുന്നവരും, ഈ നയനാർസ് എന്ന് പറയുന്നത് അവര് ശിവനെ ആരാധിക്കുന്നവരും ആണ്. The ideals of this movement spread to North India by the 14th century. അപ്പോ ഈ ഒരു ഐഡിയ അല്ലെങ്കിൽ ഈ ദൈവത്തെ ആരാധിക്കുന്ന ആ ഒരു രീതി, അല്ലെങ്കിൽ അത്രയ്ക്ക് ആരാധിക്കുന്ന ആ ഒരു ഭക്തി കൂടിയ ആ ഒരു മൂവ്മെന്റ്, ആ ഒരു ഇത് നോർത്ത് ഇന്ത്യയിലോട്ടും 14th സെഞ്ചുറിയിൽ അങ്ങോട്ട് ഷിഫ്റ്റ് ആയി. ഗുരുനാനക്, കബീർ ദാസ്, തുളസിദാസ്, സൂർദാസ്, തുക്കരം, മീരാബായ്, ചൈതന്യ were the main propagators of the Bhakti movement in North India. അപ്പോൾ ഇവരെല്ലാമാണ് ഈ ഒരു നോർത്ത് ഇന്ത്യയിലെ ഈ ഒരു ഭക്തി മൂവ്മെന്റിനെ കൂടുതലായിട്ട് കൊണ്ടുവന്നത്. അപ്പോ ഈ ഒരു ഭക്തി മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ഇവർ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇവര് ധാരാളം കൃതികളും അല്ലെങ്കിൽ കഥ, കവിത അതുപോലുള്ള പല ലിറ്റററി വർക്ക്സ് അവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഭക്തി മൂവ്മെന്റിന് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ഇതെന്ന് പറയുന്നത് ഈ ഭക്തി അല്ലെങ്കിൽ ഭക്തി സൂഫി മൂവ്മെന്റ്സും അവര് എങ്ങനെയാണ്, അല്ലാതെ പ്രൊട്ടസ്റ്റൊന്നും അങ്ങനെ വേറെ ഒന്നും അല്ല, ഇതവര് ചെയ്തത് ഈ ലിറ്ററേച്ചറിലാണ്. അപ്പോ അവർക്ക് ധാരാളമായിട്ട് ഈ ഒരു നമ്മുടെ കഥകളും കവിതകളും അല്ലെങ്കിൽ അതുപോലുള്ള സാഹിത്യപരമായിട്ടുള്ള വർക്കുകൾ ധാരാളം അവർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള മൂവ്മെന്റ്സിന്റെ ഭാഗമായിട്ട് പല ലാംഗ്വേജസിലും ഓരോ നോർമലായി ഇപ്പൊ മലയാളം, തമിഴ്, ഉറുദു അതുപോലുള്ള ഓരോ ലാംഗ്വേജസിലും പല കൃതികളും അല്ല ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു കൃതികളും കാര്യങ്ങളും ഒക്കെ ഫോം ചെയ്തു വന്നു. അപ്പൊ അതിനെയാണ് ഈ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ സൂഫി മൂവ്മെന്റ്. സൂഫീസ് റിജക്റ്റഡ് ലക്ഷറിയസ് ലൈഫ് ആൻഡ് ഗേവ് ഇമ്പോർട്ടൻസ് ടു സ്പിരിച്വൽ ലൈഫ്. അപ്പൊ അവരും ഇതേപോലെ തന്നെയാണ്. അവരും ഈ സൂഫീസ് എന്ന് പറയുന്ന അവരും ഈ ഒരു ലക്ഷറിയസ് ആഡംബര ജീവിതങ്ങളെല്ലാം ഒഴിവാക്കിയതിനു ശേഷം അവര് സ്പിരിച്വൽ ലൈഫിന് അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള ആ ഒരു ലൈഫിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നവരാണ് ഈ ഒരു സൂഫീസ്. The term Sufism was derived from the Arabic word Suf, Khwaja, Muinuddin Chishti. അപ്പോ ഈ ഒരു ഖ്വാജ മൊയ്തീൻ ചിശ്തി എന്ന് പറയുന്ന ഇതിലെന്നും നിസാമുദ്ദീൻ അലിയ എക്സെട്ര വെർ ദ പ്രൊപ്പഗേറ്റേഴ്സ് ഓഫ് ദ സൂഫീസ്. അപ്പൊ ഇവരാണ് ഇപ്പൊ സൂഫ് എന്ന് പറയുന്ന ഈ ഒരു വാക്കിൽ നിന്ന് വന്നു. അതുപോലെ ഖ്വാജ മൊയ്നുദ്ദീൻ ചിശ്തി, നിസാമുദ്ദീൻ ഔലിയ എന്ന് പറയുന്ന ആൾക്കാരൊക്കെയാണ് ഈ സൂഫിസം ഏറ്റവും കൂടുതൽ ഫേമസ് ആക്കി കൊണ്ടുവന്നത്. അപ്പൊ ഈ രണ്ട് മൂവ്മെന്റ്സും പറയുന്ന ഇത്രയേ ഉള്ളൂ, അവർക്ക് ഈ ഒരു റിലീജിയസ്ലി അല്ലെങ്കിൽ ഈ ഒരു ഭക്തി മൂവ്മെന്റും ഈ സൂഫി മൂവ്മെന്റും കൊണ്ട് ലിറ്ററസിയിൽ അല്ലെങ്കിൽ ലിറ്റററി വർക്ക്സില് ആ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിച്ചു. അല്ലെങ്കിൽ ധാരാളം കൃതികളും പല ലാംഗ്വേജസില് പല കൃതികളും കഥകളും അല്ലെങ്കിൽ കവിതകളും അല്ലെങ്കിൽ സമാഹാരങ്ങളും എല്ലാം തന്നെ അവർക്ക് അവിടെ കൊണ്ടുവരാനായിട്ട് സാധിച്ചു.
The Bhakti movements strengthen the vernaculars. അപ്പൊ ഈ ഭക്തി മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് അത് ഈ വെർണാക്കുലേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇത് പല പല ലാംഗ്വേജ് ഈ ഒരു ഇപ്പൊ മലയാളം, തെലുങ്ക്, കന്നഡ ഇതേപോലെയുള്ള ലാംഗ്വേജസിനെയൊക്കെ അവർക്ക് കുറച്ചുകൂടെ ശക്തിപ്പെടുത്തി. The poets of the Bhakti movement wrote in the language of the common people. It stimulated the development of the following regional languages. അതായത് അപ്പൊ ഈ ഭക്തി മൂവ്മെന്റ് എന്ന് പറഞ്ഞപ്പോൾ ഇവര് കൂടുതലും ഓരോ ലോക്കൽ ലാംഗ്വേജസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ സ്റ്റേറ്റിലെ ഓരോ ലാംഗ്വേജസ്, മലയാളം, തെലുങ്ക്, കന്നഡ, മറാത്തി ഇവിടെ കൊടുത്തിട്ടില്ല. ഈ റീജിയണൽ ലാംഗ്വേജസ് ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ലാംഗ്വേജസിനെ എല്ലാം തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ, അല്ല എങ്കിൽ ഉയർത്തിക്കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഇതിലൊക്കെ ഓരോ സമാഹാരങ്ങൾ ഫോം ചെയ്യാനായിട്ട് ഓരോ കവികൾക്ക് അല്ലെങ്കിൽ എഴുത്തുകാർക്ക് സാഹിത്യത്തിലൂടെ സാധിച്ചു. മലയാളം, തെലുങ്ക്, കന്നഡ, മറാത്തി, ഹിന്ദി, ബംഗാളി, ഗുജറാത്തി എന്നുള്ള ഈ ലോക്കൽ ലാംഗ്വേജ് എന്ന് പറയാൻ കാര്യം കോമൺ മാന്റെ ലാംഗ്വേജ്, അല്ലെങ്കിൽ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജ്. ഈ ഒരു ലാംഗ്വേജില് അവർക്ക് ഓരോന്ന് എഴുതുവാനും എല്ലാത്തിനുമുള്ള അവസരം അവർക്കുണ്ടായി. അത് മാത്രമല്ല, അത് അവർക്ക് വളരെ നന്നായിട്ട് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിച്ചു. അപ്പോ the names of some major literary works in the regional languages and authors. അപ്പോ ഇവിടെ നോക്കിയേ, മലയാളം ആധ്യാത്മ രാമായണം, ഇത് എഴുതിയത് എഴുത്തച്ഛൻ. ഇപ്പൊ മലയാളത്തിലാണെങ്കിൽ നമുക്ക് ആധ്യാത്മ രാമായണം നമ്മൾ കേട്ടിട്ടുണ്ട്, രാമായണം. അപ്പൊ അത് എഴുതിയത് എഴുത്തച്ഛൻ. അതുപോലെ തന്നെ തമിഴിലാണെങ്കിൽ ഇരാമവതാരം അത് കമ്പരാമായണം എന്ന് പറയും. അത് എഴുതിയത് കമ്പർ. ഹിന്ദിയിലാണെങ്കിൽ രാമചരിതമാനസം തുളസീദാസ്. തെലുങ്കിലാണെങ്കിൽ മഹാഭാരത അത് നന്നയ്യ. കന്നഡയിലാണെങ്കിൽ വിക്രമാർജുന വിജയം അല്ലെങ്കിൽ പമ്പ ഭാരതം, അത് എഴുതിയത് പമ്പ. ഒഡിയയിലാണെങ്കിൽ ഒഡിയ മഹാഭാരതം സരളദാസ. മറാത്തിയിലാണെങ്കിൽ മറാത്തി ഭാഗവതം ഏക്നാഥ്. ഗുജറാത്തിയിലാണെങ്കിൽ ഗുജറാത്തി ഭാഗവതം. ബംഗാളിയിലാണെങ്കിൽ ബംഗാളി രാമായണം അത് കൃതിവാസ, മറ്റത് പ്രേമാനന്ദ. അപ്പൊ ഇത് കണ്ടോ, ഇതെല്ലാം പറയുന്നത് റിലീജിയസ് ടെക്സ്റ്റ് ആണ്, അല്ലെങ്കിൽ റിലീജിയസ്ലി എന്ന് പറയുന്ന ഒരു ഡിവോഷണൽ ആയിട്ടുള്ള വർക്ക്സ് ആണ് ഇതിൽ കൂടുതലും കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഒരു റീജിയണൽ ലാംഗ്വേജസും അത്തരത്തിലുള്ള ലിറ്റററി വർക്ക്സും. അപ്പൊ ഇത് കണ്ടോ, ഇതെല്ലാം എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ഭക്തി മൂവ്മെന്റും ഇതെല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും, അല്ലെങ്കിൽ ആ ഒരു ടൈം, അല്ലെങ്കിൽ ഒരു മിഡീവിയൽ ഏജില് ഇത്തരത്തിലുള്ള വർക്കും കാര്യങ്ങളും എല്ലാം അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നായിട്ട് മാറി. അല്ലെങ്കിൽ ഈ റീജിയണൽ ലാംഗ്വേജിൽ തന്നെ ഇതെല്ലാം അവര് എഴുതുകയുണ്ടായി. അപ്പോ ഇവിടെ നമുക്ക് എഴുതാനായിട്ടുണ്ട്, ഇതേപോലെയുള്ള കൂടുതൽ ഇത് കളക്ട് ചെയ്ത് എഴുതാനായിട്ട് അത് നമുക്ക് ചെയ്യാം. ഓക്കെ, ദ സൂഫി അല്ല വേണ്ട, ഇതുവരെ പഠിപ്പിച്ചാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതായത് ഈ ഒരു ലിറ്ററേച്ചറില് ഈ ഭക്തി മൂവ്മെന്റ് ഒക്കെ ബുക്കാണോ? ഈ ഭക്തി മൂവ്മെന്റ് ബുക്കാണോ? ഇല്ല, ബുക്കല്ല. അതായത് ഭക്തി മൂവ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ സമരം എന്ന് കേട്ടിട്ടില്ലേ? ഓരോന്ന് നേടിയെടുക്കാനായിട്ട് ഓരോ സമരം എന്ന് കേട്ടിട്ടില്ലേ? ഏകദേശം അതുപോലെ തന്നെ ഇത് സമരം എന്നല്ല, ഈ ഒരു ആശയത്തിനെ പറയുന്നത്. അതായത് ആ ഒരു ടൈമിൽ ഈ ഒരു ഭക്തി മൂവ്മെന്റ്, അല്ലെങ്കിൽ ഈ ഒരു ആളുകൾക്ക് ഭക്തി കൂടിയപ്പോൾ, അല്ലെങ്കിൽ ആളുകൾക്ക് ഈ ദൈവത്തോട് അടുക്കുന്ന ആ ഒരു ഇത് വന്നപ്പോൾ അത്തരത്തിലുള്ള കുറെ ബുക്സും കാര്യങ്ങളൊക്കെ ഇറങ്ങാൻ പറ്റി. ഇപ്പൊ ലാംഗ്വേജസിൽ നോക്കി, ഇപ്പൊ അധ്യാത്മ രാമായണം എഴുത്തച്ഛന് അത് എഴുതാൻ പറ്റി. അല്ലെ കമ്പർക്ക് തമിഴില് ഇരമവതരം എഴുതാൻ പറ്റി, അല്ലെങ്കിൽ കമ്പരാമായണം എഴുതാൻ പറ്റി. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് എഴുതാൻ പറ്റിയത് ഇത്തരത്തിലുള്ള ഈ ഒരു ആശയം വന്നതിന് ശേഷം. അപ്പൊ ഈ ഒരു ആശയത്തിന്റെ ആ ഒരു എക്സ്ചേഞ്ചിനെയാണ് നമ്മൾ ഈ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത്, ഈ ഭക്തി മൂവ്മെന്റ് എന്ന് പറയുന്നത്. കേട്ടോ?
വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആൽഫിനോടെ ഇഷ്യൂ തന്നെയാണ്. ഓക്കെ. The Sufi movement played a major role in the development of the Urdu language. അപ്പോ സൂഫി മൂവ്മെന്റ് ദിയ ഓക്കെ, ദിയക്ക് ഓഡിയോ കണക്ട് ആയിട്ടില്ല. ദിയ ഒന്നും ഒട്ടും വ്യക്തമാവുന്നില്ലേ? ഓക്കെ, അവിടെ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, നോക്കാം. So Sufi movement played a major role in the development of Urdu language. അപ്പോൾ ഉറുദു ലാംഗ്വേജ് ഫോം ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ആ ഉറുദു ലാംഗ്വേജിന്റെ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒന്നാണ് ഈ സൂഫി മൂവ്മെന്റ്. അപ്പൊ സൂഫി മൂവ്മെന്റ്സ്, അതായത് ഈ ഒരു ഉറുദു ലാംഗ്വേജിന്റെ ഫോർമേഷന് തന്നെ ഏറ്റവും വലിയൊരു റോള്. പറയണ കേട്ടൂടാ. എടാ, അത് അവിടെ നല്ല നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളത് കൊണ്ടാ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനും ആലോചിക്കുന്നു. എന്ത് ചെയ്യാൻ പറ്റും? അത് ദിയക്ക് അവിടെ നല്ല നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. അതായത് ഇത് ദിയക്ക് അവിടെ കണക്ട് ആവുന്നുണ്ടായിരുന്നില്ല. ദിയ ഫോണിലുള്ള ബാക്കിയുള്ള ആപ്ലിക്കേഷൻ എല്ലാം ഒന്ന് ക്ലോസ് ചെയ്തിട്ടിട്ട് ഒന്ന് ഒരിടത്ത് ഇങ്ങനെ വച്ച് നോക്ക്, ചിലപ്പോ ശരിയാവും. ഒന്ന് അങ്ങനെ ചെയ്തു നോക്കി സാർ, പറ്റുന്നില്ല. അപ്പൊ അത് അവിടെ റേഞ്ച് കിട്ടാത്തതിന്റെ ഒരു പ്രശ്നമാണ്. വീണ്ടും പോയതോ? ഓക്കെ. അപ്പൊ Urdu was formed by the hybridization of Arabic, Persian and the Indian languages Hindi and Sanskrit. അപ്പോ ഉറുദു എങ്ങനെ ഫോം ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് അറബിക്, പേർഷ്യൻ ലാംഗ്വേജും ഇന്ത്യൻ ലാംഗ്വേജസ് ആയ ഹിന്ദിയും സാൻസ്ക്രിറ്റും ഒരുമിച്ച് ചേർന്ന് ഉണ്ടായിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് നമ്മുടെ ഉറുദു എന്ന് പറയുന്ന ലാംഗ്വേജ്. അപ്പോ ഇത് ഈ ഒരു ടൈമിൽ ഫോം ചെയ്ത ഒരു ലാംഗ്വേജും കൂടെയാണ്. അതെങ്ങനെ ഈ അറബിക് പേർഷ്യൻ ലാംഗ്വേജുകളും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ലാംഗ്വേജായ ഹിന്ദിയും സാൻസ്ക്രിറ്റും ഒരുമിച്ച് ചേർന്നപ്പോൾ several books were translated into Persian during the medieval period. ഈ medieval പീരീഡില് പല ബുക്കുകളും നമ്മുടെ ഈ പേർഷ്യൻ ലാംഗ്വേജിലേക്ക് അവര് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. A department exclusively for translation functioned during the reign of the Mughal Emperor Akbar. ഈ അക്ബറിന്റെ കാലത്ത്, അക്ബർ ഭരിച്ചിരുന്ന ആ ഒരു സമയത്ത് ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് തന്നെ അവർക്കുണ്ടായിരുന്നു. എന്തിലേക്ക്? ഈ ടെക്സ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. Many Sanskrit texts, including the Ramayana and the Mahabharata, were translated into Persian during this period. അപ്പോ അവരിൽ കൂടുതലും ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കൂടുതൽ പെർഷ്യൻ അറിയാവുന്നവരായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു പെർഷ്യൻ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് രാജാക്കന്മാരെ, പ്രത്യേകിച്ച് മുസ്ലിം. നമ്മുടെ ഇപ്പോ മുഗൾ കിങ്സ്, അല്ലെങ്കിൽ ഇൻഡോ ഇസ്ലാമിക് ആ ഒരു പീരീഡിലുള്ള അത്തരത്തിൽ രാജാക്കന്മാര്, നമ്മുടെ ഡൽഹി ബേസ് ചെയ്തിട്ടുള്ള ആ രാജാക്കന്മാര് പെർഷ്യൻ ആയിരുന്നു അവർക്ക് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നത്. ഇപ്പൊ നമ്മൾ അവരുടെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആർക്കിടെക്ചറും കാര്യങ്ങളും എല്ലാം പഠിച്ചതാണ്. അപ്പൊ അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ലാംഗ്വേജസിൽ നിന്ന് ഈ പ്രത്യേകിച്ച് സാൻസ്ക്രിറ്റിൽ നിന്ന് ഈ പേർഷ്യൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് അവർക്ക് അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഒറ്റയ്ക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ അതിൽ അവർ ഫോം ചെയ്തു. എന്തിലത്തേക്ക് വേണ്ടിയിട്ട്? ഈ ഒരു കൺവേർഷൻ അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസ്ലേഷന് വേണ്ടി. അപ്പോ അതിൽ തന്നെ ഈ രാമായണവും മഹാഭാരതവും എല്ലാം തന്നെ പേർഷ്യൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു.
It was Dara Shikoh, the son of Shah Jahan, who translated the Upanishads and the Atharva Veda into Persian. അപ്പോ ഈ നമ്മുടെ പുള്ളിക്കാരന്റെ ഈ ഷാജഹാൻ ചക്രവർത്തിയുടെ മോനായ ദാരാ ഷുക്കോ ആണ് ഈ ഒരു ആദിത്യനും നെറ്റ്വർക്ക് ഇഷ്യൂ വരുന്നുണ്ടോ? ഓക്കെ, അപ്പോ ഈ ദാരാ ഷുക്കോ എന്ന് പറയുന്നത്, അതായത് ഷാജഹാൻ, ഓക്കെ, അവിടത്തെ എന്തോ ഒരു മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഒരെണ്ണത്തെ തന്നെ വച്ചിരിക്കാൻ ശ്രമിച്ചു നോക്കി, ചിലപ്പോ ശരിയാവും. അപ്പോ ഈ ഉപനിഷത്തുകളും അഥർവവേദയും എല്ലാം തന്നെ, ഈ വേദാസും എല്ലാം തന്നെ പെർഷ്യനിലേക്ക് കൺവേർട്ട് ചെയ്തത് ദാരാ ഷുക്കോ ആണ്. ഇപ്പൊ ഞാൻ ചിലപ്പോൾ നിങ്ങൾക്ക് അടുത്ത എക്സാമിന് ചിലപ്പോൾ 1 വേർഡ് ആയിട്ട് ഞാൻ ചിലപ്പോൾ ഇത് ചോദിക്കും. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക, പഠിക്കുക. ഇതാരാണ് ഈ ഉപനിഷത്തും അഥർവവേദയും ഈ ഒരു ടൈമില് മിഡീവിയൽ പീരീഡില് അങ്ങോട്ട് പേർഷ്യൻ ലാംഗ്വേജിലത്തേക്ക് കൺവേർട്ട് ചെയ്തത് എന്നുള്ളതായിരുന്നു ചോദ്യം. The translation played a major role in spreading the knowledge and the culture of India to other parts of the world. അപ്പോൾ ഈ ഒരു ട്രാൻസ്ലേഷൻ, ഈ മറ്റുള്ള ലാംഗ്വേജിലേക്കുള്ള ഈ ഒരു ട്രാൻസ്ലേഷൻ അത് എങ്ങനെ ഹെൽപ്പ് ചെയ്തു? അത് മറ്റുള്ളവർക്ക് ഇതിനെ കുറിച്ചുള്ള നോളജ് വർദ്ധിക്കാനും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അറിവ് കിട്ടാനും ഈ ഇന്ത്യൻ കൾച്ചറിനെ മറ്റുള്ള ലോകത്തുള്ള പല ഭാഗത്തായിട്ട് എത്തിക്കുവാനും ഉള്ള ഒരു സാഹചര്യം അവർക്കുണ്ടായി. അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചർ, ഇങ്ങനെ ഒരു കൾച്ചർ ഇവിടെ ഉണ്ട്, ഇത് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ച് മനസ്സിലാക്കിച്ചു കൊടുക്കാനും എല്ലാത്തിനും അത് ഈ ഇത്തരത്തിലുള്ള ട്രാൻസ്ലേഷനും എല്ലാം തന്നെ അതിന് സഹായിച്ചു. ഇറ്റ് ലെഡ് ടു ദ കൾച്ചറൽ എക്സ്ചേഞ്ച് വിത്ത് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. അപ്പൊ നമ്മൾ ഇതിൽ പഠിച്ചതുപോലെ ഇപ്പൊ പോർച്ചുഗീസുകാർ വന്നു, അവരുടെ കൾച്ചർ നമ്മുടെ കൾച്ചറും കൂടി മിക്സ് ചെയ്തു. ഈ ഗോത്തിക് ആർക്കിടെക്ചർ, ആ ഒരു ഗോത്തിക് ഏജ് വന്നു. അപ്പൊ അതുപോലെ തന്നെ ഇൻഡോ ഇസ്ലാമിക്, അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ചും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ലിറ്ററേച്ചറിലെ ഈ ഒരു ട്രാൻസ്ലേഷൻ കൂടെ വന്നപ്പോൾ അതെന്ന് പറയുന്നത് ടോട്ടൽ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ സാംസ്കാരികമായ ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൈമാറ്റത്തിനും എല്ലാത്തിനും കൂടുതൽ ഊന്നൽ നൽകാനായിട്ട് സഹായിച്ചു. ഇതില് ഡൗട്ട് ഉണ്ടോ? വേറെ ആർക്കെങ്കിലും? ഗൗരിക്ക് എന്തോ ഒരു ഡൗട്ട് ഉണ്ടല്ലോ. എന്താ ഗൗരി? ഗൗരി കേൾക്കാൻ പറ്റുന്നില്ല. ഒന്നും കൂടെ പറഞ്ഞു തരുമോ സാർ? ഏതാ ഇപ്പൊ പറഞ്ഞത്? ഏതാ ഇത്? കംപ്ലീറ്റ് ആണോ അതോ ലാസ്റ്റത്തെ ഭാഗമാണോ? ലാസ്റ്റത്തെ ഭാഗം. ഓക്കെ. അപ്പൊ ഈ നമ്മൾ ഈ പറഞ്ഞത് ഇപ്പൊ മിക്ക സ്ക്രിപ്റ്റ്സും അല്ലെങ്കിൽ നമ്മുടെ ഈ രാമായണവും മഹാഭാരതവും എല്ലാം തന്നെ എഴുതിയിട്ടുള്ളത് സാൻസ്ക്രിറ്റിലായിരുന്നു. പക്ഷെ സാൻസ്ക്രിറ്റ് എന്ന് പറയുന്ന ലാംഗ്വേജ് എല്ലാവർക്കും മനസ്സിലാവത്തില്ലായിരുന്നു. അപ്പോ അങ്ങനെ മനസ്സിലാവാത്തത് കൊണ്ട് ഇവരെന്ത് ചെയ്തു? ഇവര് ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇതിനെ പ്രത്യേകിച്ചും പെർഷ്യൻ ലാംഗ്വേജിലേക്കും മറ്റ് ലാംഗ്വേജിലേക്കും അതുപോലെ തന്നെ പല പല ലാംഗ്വേജുകളിലേക്കും ഇത് കൺവേർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ പ്രത്യേകിച്ച് ഈ ഷാജഹാന്റെ ഈ ഒരു സമയത്ത്, അല്ലെങ്കിൽ ഷാജഹാന്റെ മോനാണ് ഈ ഉപനിഷത്തും അഥർവവേദയും പെർഷ്യനിലോട്ട് കൺവേർട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഈ ഒരു മുഗൾ എംപറർ അക്ബറിന്റെ പീരീഡിലാണെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഇത്തരത്തിലുള്ള ഒരു കൺവേർഷന് വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഇതിന് ഇത്തരത്തിലുള്ള ഈ ഒരു കൺവേർഷൻ അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ അത് ഈ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ചിന് അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള വിനിമയം,
മറ്റ് ലോകത്തിന്റെ പല ഭാഗത്തുള്ള ആൾക്കാരുമായിട്ടുള്ള ആ ഒരു കോണ്ടാക്റ്റിനും, അതുപോലെ തന്നെ അവരുമായിട്ടുള്ള അവരുടെ കൾച്ചർ ഇങ്ങോട്ട് എടുക്കാനും ഇവിടുത്തെ കൾച്ചർ അങ്ങോട്ട് കൊടുക്കാനും അത്തരത്തിലുള്ള ഒരു വിനിമയത്തിന് കാരണം ആയി. അതാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? എന്താ ഗൗരി? ഓക്കെ, മനസ്സിലായെന്ന് തോന്നുന്നു. എനിക്ക് ഇത് വ്യക്തമാവുന്നില്ല, കാര്യം ഗൗരിയുടെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നില്ല കേട്ടോ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഋതു, നോ സർ. ബിൻസി, ഹാ പറഞ്ഞു. ജ്യോതിക, അഭിജിത്ത്, അപ്പോ ഷാനു, ആദിത്യൻ, അനുജ, യമി എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കേ. ഓക്കെ, അപ്പോ ഇവിടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മിഡീവിയൽ ഇന്ത്യയില് നമ്മൾ ഇതിൽ എന്തൊക്കെ പഠിച്ചു എന്നുള്ള കാര്യമാണ് നോക്കിയിട്ടുള്ളത്. സ്റ്റൈൽ ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചർ, അതിലെ ചിസിൽഡ് സിംഗിൾ റോക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. സുൽത്താനേറ്റ് മുഗൾ ആർക്കിടെക്ചർ, അതില് ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ നമ്മൾ പഠിച്ചു. പെയിന്റിംഗ് പഠിച്ചു, മ്യൂസിക് പഠിച്ചു, അതുപോലെ തന്നെ ലിറ്ററേച്ചറും പഠിച്ചു. Indian architecture developed through the different periods. The influence of different style of architecture is apparent in the style of medieval India. അപ്പോൾ ഈ ഒരു സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറും എല്ലാം തന്നെ പല പല പീരീഡ്സിൽ ഫോം ചെയ്തിട്ടുള്ളതാണ്. അത് മാത്രമല്ല, ഈ ഒരു സ്ട്രക്ചറൽ ചേഞ്ച് മിഡീവിയൽ ഇന്ത്യയിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. ഇന്ത്യൻ മ്യൂസിക് ആൻഡ് പെയിന്റിംഗ് ഡെവലപ്മെന്റ് ആസ് എ റിസൾട്ട് ഓഫ് ദ മിക്സിംഗ് ഓഫ് ഡിഫറെന്റ് സ്റ്റൈൽസ് ഓവർ ഏജസ്. പല തരത്തിലുള്ള ഡിഫറെന്റ് സ്റ്റൈൽസും എല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ഡെവലപ്മെന്റ്, ഈ ഒരു മിഡീവിയൽ ഏജിലുള്ള ഈ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാക്കിയത്. The Bhakti and the Sufi movements contributed to the progress of literature and the development of regional languages. അപ്പോൾ ഉറുദു ലാംഗ്വേജ് ഫോർമേഷന് ഒക്കെ സഹായിച്ചത് ഇത്തരത്തിലുള്ള ഈ ഒരു ലിറ്റററി വർക്ക്സും കാര്യങ്ങളൊക്കെയാണ്. ഈ പ്രത്യേകിച്ചും സൂഫി മൂവ്മെന്റ്, അതുപോലെ തന്നെ ഭക്തി മൂവ്മെന്റും എല്ലാം തന്നെ പല പല കൾച്ചറിനും അല്ലെങ്കിൽ ഒരു ലിറ്ററസി അല്ലെങ്കിൽ ലിറ്റററി വർക്ക്സിന് വേണ്ടിയിട്ട് കാരണമായി, അല്ലെങ്കിൽ ആ ഒരു ഡെവലപ്മെന്റിന് കാരണമായി. ഓക്കെ, ഗൗരി പറഞ്ഞു. താജ്മഹൽ ഏത് മുഗൾ പീരീഡിലല്ലേ സാർ ചെയ്തത്? അതെ, ഷാജഹാൻ ആയിരുന്നു ചെയ്തിരുന്നത്. അത് മുഗൾ പീരീഡിലാ വരിക. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ചാപ്റ്റർ തീർന്നു. ആടാ 1 മണിക്ക് ക്ലാസ് ഉണ്ട്. എന്താ ഡൗട്ട് ഉണ്ടോ ഇതില്? ഉണ്ടെങ്കിൽ ചോദിക്കും.